ആഷിക്ക് ചില ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും അടക്കം നീളുന്ന വ്യാജ പ്രൊഫൈലുകൾ, അതിൽ നിന്നെല്ലാം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ സ്പർദ്ധയുണർത്തുന്നതും അപകീർത്തികരവുമായി വരുന്ന പോസ്റ്റുകൾ, ഇതിനെല്ലാം എതിരെ KPC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് DGPക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരം അക്കൗണ്ടുകൾ ശരിക്കും നിരോധിക്കേണ്ടത് തന്നെയല്ലേ? അതെ, ഇപ്പോൾ ഈ കരുതിക്കുട്ടിയുള്ള സൈബർ ആക്രമണത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പേര് സൈബർ ലിഞ്ചിങ് എന്നാണ്. അതായത് 1-2 അക്കൗണ്ടല്ല, 90 അക്കൗണ്ടുകൾക്കെതിരെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് ദീപ്തി മേരി വർഗീസ് DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ BNSന്റെയും സൈബർ ലോയും ഉൾപ്പെടുത്തി കേസെടുക്കണമെന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ ആവശ്യം. അതായത് തിരഞ്ഞെടുപ്പ് കാലത്തും അല്ലെങ്കിൽ അതിനു മുമ്പും അല്ലെങ്കിൽ അതിനു ശേഷവും ഈ ചില കോൺഗ്രസ് നേതാക്കളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സൈബർ ആക്രമണം വളരെ രൂക്ഷമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിനെതിരെ നുണേഷൻ എന്ന രീതിയിലുള്ള പേജ് അക്കൗണ്ട് ഉണ്ടാക്കി. അദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ വളച്ചൊടിച്ച് സർക്കാരിനെതിരെ അദ്ദേഹം കള്ളപ്രചരണം നടത്തുന്നു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പ്രചരിപ്പിക്കാനാണ് ആ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തത്. അത് റിപ്പോർട്ട് അടിച്ച് പൂട്ടിപ്പോയതിനു ശേഷം 1.0, 2.0, 3.0, 4.0, ഇപ്പോൾ 5.0 ഏതാണ്ടായി. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇതിനു വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് കുട്ടി സഹാക്കളെ ഇത് മാറ്റി വെച്ചിരിക്കുകയാണ്. അവരറിയുന്നില്ല. അവരോടുള്ള നിർദ്ദേശം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ വായി തോന്നിയത് പറഞ്ഞു, ഞങ്ങളുണ്ട് കൂടെ. ഒരു പോലീസും നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല. പഴയ പോരാളി ഷാജി. അതെ, ഇപ്പൊ ആക്റ്റീവ് അല്ലെന്ന് തോന്നുന്നു, അതിനെ കുറിച്ച് കേൾക്കാറില്ല. ഇപ്പൊ പോരാളി ഷാജിക്ക് പകരം മറ്റു പല പേജുകളിലായിട്ടാണ് അക്കൗണ്ടുകൾ. പലതും ഭൂരിഭാഗവും ഫേക്ക് അക്കൗണ്ടുകളാണ്. അതായത് യഥാർത്ഥ മുഖമെന്ന് പറയാൻ കഴിയാത്ത ധൈര്യമില്ലാത്തവർ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണ് ഇത്രയും തരം താഴ്ന്ന നിലയിലേക്ക് പോകുന്നത്. എന്താണെങ്കിലും ഇത്തരം അക്കൗണ്ടുകൾ മൊത്തത്തിൽ പ്രശ്നമായിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനെതിരെയുള്ള മുറുമുറുപ്പുകൾ ഉയർന്നിരുന്നു, ഈ വ്യാജ അക്കൗണ്ടുകൾ. ഇത് ഈ പറയുന്ന ഞാൻ പറയാമല്ലോ, കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും മറ്റ് പല ഹാൻഡിലുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഈ വ്യാജ അക്കൗണ്ടുകളുണ്ട്, വ്യാജ പ്രൊഫൈലുകളുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു RSSന്റെ വക കുറച്ച് പേജുകളുണ്ട്, കുറേ അധികം പേജുകൾ, ഓരോ ഏരിയകളുടെ പേര് തിരിച്ച് അതിനുള്ളിൽ ഈ 2 ടീമുകളെയും വ്യക്തമായി കടന്നാക്രമിക്കുകയാണ്. ഇതിപ്പം നുണേഷൻ എന്ന് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനൊന്നുമല്ല. അവിടെ യഥാർത്ഥ പിക്ക് വെച്ച് അതിൻ്റെ കീഴെ തന്നെ കയറി ഓരോ ഡയലോഗുകൾ ഇട്ട് പോവുകയാണ്. എന്താണെങ്കിലും ഇത്തരം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ ഇലക്ഷനെ ബാധിക്കുമോ? എൻ്റെ സംശയം അതാണ്. ഇങ്ങനെയുള്ള ഈ വ്യാജ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന പോസ്റ്റുകൾ ഇലക്ഷനെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു നുണ ഒരു 100 ആവർത്തി പറഞ്ഞാൽ അത് സത്യമാവുന്ന കാലമാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇവരിൽ നിന്നുള്ള ആൾക്കാർ ഷെയർ ചെയ്ത് സാധാരണക്കാരൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഫൈലിൽ ഫീഡിൽ വന്നാൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വിശ്വസിക്കുന്ന പോലെ വിശ്വസിച്ച് പോകും. അത് സ്വാഭാവികമാണ്, ഇല്ലെന്ന് പറയാൻ പറ്റുന്നു. നമ്മൾ ഒരുപാട് വാർത്തകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ. അതെല്ലാം യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇല്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഈ സൈബർ ലിഞ്ചിങ്ങിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് പേര് ഇരയായിട്ടുണ്ട്. ഇപ്പോൾ 2025 ലോക്സഭാ ഇലക്ഷന് തലേ ദിവസം ഉണ്ടായ ഒരു സംഭവം ഓർക്കുന്നുണ്ടല്ലോ, കാഫർ സ്ക്രീൻഷോട്ട്. ആ ഒരു MSF നേതാവിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് വന്നതെന്ന് ആദ്യം പറയുകയും രണ്ടാമത് ശരിക്കുള്ള പ്രതി DYFIയുടെ ഒരു ജില്ലാ നേതാവ് തന്നെയാണെന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നടന്ന ഒരു സംഭവം പറയാം. ചൂരൽമലയിൽ 9 കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട നൗഫൽ, അദ്ദേഹത്തിന് സർക്കാർ പണിത് കൊടുത്ത വീട്ടിൽ വിള്ളലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രൂക്ഷമായിട്ടുള്ള ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ? നിനക്ക് സൗകര്യമില്ല, ഇട്ടിട്ട് പോടാ. അതിൻ്റെ ബാക്കി ഞാൻ ചേർക്കുന്നില്ല. നിനക്ക് വേണമെങ്കിൽ ആ 15 ലക്ഷം വാങ്ങിച്ചിട്ട് വീട് കൊടുത്തിട്ട് ഇറങ്ങി പോവാൻ. ഏത് 9 ജീവന് 15. അതെ, സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ആരെക്കൊണ്ട്? ഈ വ്യാജ അക്കൗണ്ടിന് പിന്നിൽ മുഖം ഒളിപ്പിച്ചിരിക്കുന്ന ഭീരുക്കളുടെ മുന്നിൽ. അത് ഇന്നലെ ചാണ്ടിയോമനെതിരെ ശക്തമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് നടന്നു. ചാണ്ടിയോമനെതിരെ മാത്രമല്ല, ചാണ്ടിയോമന്റെ അച്ഛൻ, അതായത് മുൻ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഒക്കെ ആയിരുന്നിരുന്ന ഉമ്മൻചാണ്ടി സാറിനെതിരെ
സാറ് എന്തോ പണ്ട് ചെയ്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് മറ്റൊരു അദ്ദേഹത്തിനെതിരെ മാത്രമല്ലോ, അല്ല അദ്ദേഹത്തിന്റെ മകളായ അച്ചൂമ്മനെതിരെയും അല്ല അതിലേക്ക് നമുക്ക് വരാം. ഇതിപ്പം സൈബർ അറ്റാക്ക് ആണ് പറഞ്ഞത്. അദ്ദേഹം മരിച്ച് മണ്ണടിഞ്ഞിട്ടും ആ കല്ലറയ്ക്കുള്ളിൽ പോലും അദ്ദേഹത്തെ കിടത്തി ഉറക്കാത്ത രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത്തരം സൈബർ പോരാളികൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല, RSSൽ മാത്രമല്ല, കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസ്സുകാരും കൃത്യമായി തന്നെ ഇത്തരം വ്യാജ പ്രൊഫൈലുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ ഇത്ര ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര രൂക്ഷമായി മറ്റൊരാളെ അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ള പോസ്റ്റുകളൊന്നും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെങ്കിലും ഇത്തരം പോസ്റ്റുകളെ ട്രായ് ഇടപെട്ട് നിരോധിക്കാൻ പറ്റുന്നില്ല. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ പറയുന്ന എല്ലാം പോകുന്നത്. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? ഒരു ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് പൂട്ടിച്ചാൽ രണ്ടാമത് തുറക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ഇമെയിൽ ID മതി. ഒരു ഇമെയിൽ ID ഒരെണ്ണം ഫേസ്ബുക്ക് ഇടപെട്ട് പൂട്ടിച്ചാൽ രണ്ടാമത് വേറൊരു അക്കൗണ്ടിൽ ഇമെയിൽ ID വെച്ച് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അതിനൊരു പരിധി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് എത്ര വരെ ക്രിയേറ്റ് ചെയ്യാം, അത്ര വരെ അഗ്രസീവായി ഇവർ ഈ ഒരു സൈബർ മേഖലയിൽ നിലയുറപ്പിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം. ട്രായ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുകയല്ലോ ട്രായ് ചെയ്യുന്നത്. ട്രായ് എന്ന് പറയുന്നത് ആ അക്കൗണ്ട് ഹോൾഡറെ പൂർണ്ണമായും തന്നെ, അതായത് അയാൾക്കിനി അയാളുടെ ഇമെയിൽ ID അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള ലോഗിനുകൾ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ അയാളുടെ ഫോണിലുള്ള അയാളുടെ IMEI നമ്പർ അത് യൂസ് ചെയ്ത്, അത് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള IMEI നമ്പർ അടക്കം ചെക്ക് ചെയ്യാനായിട്ട് ട്രായ്ക്ക് സാധിക്കുന്നതാണ്. ട്രായ്ക്ക് പൂർണ്ണമായിട്ട് ഇത്തരം അക്കൗണ്ടുകളെ അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഇത്തരം അക്കൗണ്ട് ഹാൻഡിലുകളെ പൂർണ്ണമായിട്ടും തന്നെ ട്രായ്ക്ക് നിരോധിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് വെരിഫിക്കേഷൻസിന് ശേഷമാണല്ലോ ഈ പറയുന്ന ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും നമുക്ക് തുടങ്ങാൻ സാധിക്കുന്നത്. വെരിഫിക്കേഷൻസ് ഒരുപാടുണ്ട്, അലോവ്സ് ഒരുപാടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു പേര് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൻ്റെ നെയിം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിലെ പിക്ക് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൽ വരുന്ന പോസ്റ്റുകൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇതെല്ലാം തന്നെ സ്പർദ്ധ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ അപകീർത്തികരമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിക്ക് പറ്റുന്നതല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം ഹാൻഡുകൾ പോകുന്നത്? അപ്പോൾ ഇവിടുത്തെ സൈബർ സുരക്ഷ വളരെ വീക്കാണ് എന്നല്ലേ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്? അങ്ങനെ ട്രായ് ഇടപെട്ട് പൂട്ടിച്ച എത്ര അക്കൗണ്ടുകളുണ്ട് നമ്മുടെ കേരളത്തിൽ? ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അത്രേ ഉള്ളൂ. ട്രായ് ഉണ്ട് എന്ന് നമുക്കറിയാം. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നറിയാം. കേരള പോലീസ് സൈബർ നോം മുതൽ കേരള പോലീസിന് ഒരുപാട് പരിമിതികളുണ്ട് ആഷിക. ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ മൊബൈൽ ഇവിടെ വെച്ച് നഷ്ടപ്പെടുന്നു. ഈ ഓഫീസിന്റെ തൊട്ട് പുറത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ആരോ മൊബൈൽ എടുത്തിട്ട് പോയതാണ്. ഞാൻ അടക്കമാണ് അത് പരാതി കൊടുക്കുവാനായിട്ട് പോകുന്നത്. അന്ന് നമ്മുടെ ഈ ഓഫീസിന്റെ സ്റ്റേഷൻ പരിധിയിൽ സൈബർ സെല്ലിലാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. പക്ഷേ അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു വിവരമില്ല. അവർ പറയുന്നു ആ ഫോൺ അപ്പോൾ തൊട്ട് സ്വിച്ച് ഓഫ് ആണ്, ഞങ്ങൾക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കിത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ പിന്നാലെ ഒരു അന്വേഷണം നടക്കുന്നില്ല. അതിനെക്കുറിച്ച് പിന്നീട് ഒരു ചിന്തകളില്ല. ആ ഫോൺ പോയി, അദ്ദേഹം പുതിയ ഫോൺ മേടിച്ചു, അദ്ദേഹം പുതിയ ഫോണുമായി കാര്യങ്ങൾ മുന്നോട്ട് പോയി, പോയ ഫോൺ നഷ്ടപ്പെട്ടു, മറന്നു. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കണ്ടുള്ള സിനിമകളിലും ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ ഈ പറയുന്ന നഷ്ടപ്പെട്ടു പോയ ഫോണിന്റെ പിന്നാലെ പോയിട്ട് കുറ്റവാളിയെ കണ്ടെത്തുന്ന നായകൻ, ടവർ ഡംപിങ്, അങ്ങനെയൊക്കെ നോവലുകളിലും സിനിമകളിലും മാത്രമേ ഉള്ളൂ. റിയാലിറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. ഒരു ജസ്റ്റ് ഇവൻ നഷ്ടപ്പെട്ടു പോയ 10,000 രൂപ വിലയുള്ള ഒരു മൊബൈൽ കണ്ടെത്തുവാനായിട്ട് 100 നൂലാമാലകളെ കടന്നു വേണം ആ ഫോണിന്റെ ഉടമസ്ഥന് എവിടെ എത്താൻ, ഈ പറയുന്ന കംപ്ലൈന്റിലേക്ക് ചെല്ലുവാനായിട്ട്. ഇപ്പൊ ഈ പറയുന്ന ഒരു അക്കൗണ്ട് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കേണ്ടി ഇന്ന് വരേക്കും പോരാളി ഷാജി എന്ന് പറയുന്ന അക്കൗണ്ട് ആരെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അഭ്യൂഹങ്ങളേറെയുണ്ട്. പലരുടെ പേരും പറഞ്ഞേക്കുന്നു. ഇതിപ്പോൾ കണ്ണൂരുള്ള ഒരു സഖാവ് യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ആ മറ്റേ വ്യക്തി ഇതാണ് തിരുവനന്തപുരത്ത്, കൊല്ലത്ത്. പക്ഷെ യഥാർത്ഥ പോരാളി ഷാജി ഇന്നും മറയ്ക്കുള്ളിലാണ്. ആ ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളാണോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ആ അക്കൗണ്ട് ഇപ്പോൾ ഡീആക്ടിവേറ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പം പോരാളി ഷാജിയെ കുറിച്ച് കേൾക്കുന്നില്ല. പകരം ഇപ്പോൾ അതിനേക്കാൾ തീവ്രത കൂടിയ കുറെ ഐറ്റംസ് ആണ് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. ആഷിക്ക് എന്താണെങ്കിലും ഇപ്പൊ പരാതി പോയിട്ടുണ്ട് ദീപ്തി മേരി വർഗീസിന്റെ ഭാഗത്ത് നിന്നും DGPക്ക്. നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടട്ടെ, അപകീർത്തികരമായ അക്കൗണ്ടുകൾ നീക്കം ചെയ്യപ്പെടട്ടെ. പരസ്പരം പഴയതുപോലെ സൗഹാർദ്ദപരമായ ഒരു മത്സരങ്ങൾ, കവലപ്രസംഗങ്ങൾ നിറഞ്ഞ ആൾക്കൂട്ടങ്ങൾക്ക് മുൻപിൽ തന്റെ എതിരാളിയെ താഴ്ത്തിയടിക്കുന്ന പഴയ രാഷ്ട്രീയം വരട്ടെ. അതല്ലേ ഇന്നത്തെ തലമുറ കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് എന്തും വിളിച്ചു പറയാവുന്ന, ആരെയും അപകീർത്തിപ്പെടുത്താവുന്ന രീതിയിലേക്ക് പോകാതിരിക്കട്ടെ. പുതിയൊരു പുലരി നല്ല സന്തോഷത്തോടു കൂടി ജനിച്ചു വരട്ടെ.